അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഞാൻ തുടക്കത്തിൽ തന്നെ ചോദിച്ചു ബി ജെ പിയുടെ സാധ്യതകൾ, ബി ജെ പിയുടെ പ്രതീക്ഷ. കാരണം ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കും എന്ന രാഷ്ട്രീയ പ്രതിയോഗികൾ പോലും കരുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായി നേരത്തെ മലയോര മേഖലയെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ബോധ്യമുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെയാണ് ഇപ്പോൾ ഗോദയിൽ ഇറക്കിയിരിക്കുന്നത്. അതുവഴി ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് എന്താണ്, ബി ജെ പിയുടെ പ്രതീക്ഷകൾ എന്താണ് എന്നുകൂടി ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞു വെക്കാം താങ്കൾക്ക്. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് സ്ഥിരമായിട്ട് ബി ജെ പിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അപ്പോ എനിക്കത് മറുപടി പറയാതെ പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വടക്കോട്ട് നോക്കൂ, അവിടെ ക്രിസ്ത്യാനികളെ എല്ലാം കൊന്നൊടുക്കുന്നേ എന്ന് പറഞ്ഞ് LDFും UDFും വിലപിക്കുമ്പോൾ ഞാനും പറയുന്നത് വടക്കോട്ട് നോക്കൂ, അവിടെ ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള പല സംസ്ഥാനങ്ങളുമുണ്ട്. അവിടെയൊക്കെ 1ഉം 2ഉം 3ഉം തവണയായിട്ട് സ്ഥിരമായി BJP മുന്നണി അധികാരത്തിലിരിക്കുക. നമ്മുടെ തൊട്ടടുത്ത് ഗോവയുണ്ട്, ക്രിസ്ത്യാനികൾക്ക് വലിയ സ്വാധീനമുള്ള 3 തവണ തുടർച്ചയായിട്ട് BJP അധികാരത്തിലിരിക്കുക. അവിടുത്തെ ക്രിസ്ത്യാനികളൊക്കെ തന്നെ പൊട്ടന്മാരാണ്, മന്ദബുദ്ധികളാണ്, അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണ്. അപ്പോൾ കേരളത്തിൽ കേവലം 18-19% മാത്രം ക്രിസ്ത്യാനി ഉള്ളവരെ പേടിപ്പിക്കുകയാണ്. ലോകം മുഴുവൻ, ഇന്ത്യ മുഴുവൻ അവർ ക്രിസ്ത്യാനികളെ കൊല്ലുകയാണെന്ന് പറഞ്ഞു. ബീഹാറിലും UPയിലും ഗുജറാത്തിലും ഒക്കെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളില് നിരവധി MLA-മാര് BJP MLA-മാരാ, താമര ചിഹ്നത്തിൽ ജയിച്ചവരാ. അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് എന്താ വിവരമില്ലാഞ്ഞിട്ടാണോ? അപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കിക്കോട്ടെ, പക്ഷെ യാഥാർത്ഥ്യങ്ങൾ ഇതാണ്. ഈ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് ഒരിക്കലും മറച്ചു വെച്ചോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം, തീർച്ചയായിട്ടും വരാം. അതായത് നിലമ്പൂരിന്റെ എന്നല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് LDFും UDFും ഒക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു സാധ്യതയുമില്ല. അവിടുത്തെ കണക്കുകളൊക്കെ നിരത്തിയിട്ട് പറയും ഒരു സാധ്യതയില്ല. ഇത് തന്നെയല്ലേ തൃശ്ശൂര് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇവർ പറഞ്ഞത്? അവിടെ ഒരു സാധ്യതയുമില്ല. അവിടെ LDFിന്റെ ആണെന്ന് LDF പറയും, UDFിന്റെ ആണെന്ന് UDF പറയും, പഴയ കുറെ കണക്കുകൾ നിരത്തും. എന്നിട്ട് എന്താ സംഭവിച്ചത്? അവിടെ എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് പറഞ്ഞതുപോലെ കേരളത്തില് അസംഭാവ്യമായിട്ട് ഒരു കാര്യവുമില്ല. കാരണം കേരളം അനുഭവിച്ച് മടുത്തു കഴിഞ്ഞിരിക്കുന്നു. കേരളം ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ LDFിന്റെയും UDFിന്റെയും സ്ഥിരമായിട്ടുള്ള പലവി പാവപ്പെട്ടവന്റെ, കർഷകന്റെ, കർഷക തൊഴിലാളികളുടെ, അടിച്ചമർത്തവന്റെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ, മതാന്യൂനപക്ഷം, ഇങ്ങനെ കുറെ മുദ്രാവാക്യമുണ്ടല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പൊ ആശാവർക്കർമാരുടെ കാര്യം പറയുന്നു. അപ്പോ ഇത് കേന്ദ്രമാണെന്ന് ഞാൻ ചോദിക്കട്ടെ, സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനം, ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനം, ഇവരൊക്കെ സംസ്ഥാനങ്ങൾ തന്നെയല്ലേ? അവിടെയൊക്കെ അവരെ തൊഴിലാളികളായിട്ട് പ്രഖ്യാപിച്ചത് കേന്ദ്രമല്ലല്ലോ. എന്നിട്ട് ആശാവർക്കർമാർക്ക് ആനുകൂല്യം കൊടുക്കുന്നുണ്ടല്ലോ. തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് വേണ്ടി പോരാടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പാവപ്പെട്ടവന്റെ വിയർപ്പിന്റെ കഥ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരൊറ്റ സംസ്ഥാനമല്ലേ ഉള്ളൂ, അത് കേരളമല്ലേ. ഈ ആശാവർക്കർമാരെ എന്തുകൊണ്ട് അംഗീകരിക്കാത്തത്? ഇപ്പൊ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അംഗീകരിക്കാമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്ത് എന്തുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല? ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തും, ഇതൊക്കെ ജനങ്ങൾ പഠിക്കും, അതനുസരിച്ചിട്ട് വോട്ട് ചെയ്യും. ഏതായാലും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മലയോര കർഷകര്, കാർഷിക മേഖലയിൽ അടിത്തറയുണ്ടാക്കിയവര് തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോ. അതുകൊണ്ട് തന്നെ ശ്രീ മോഹൻ ജോർജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ആ മലയോര കർഷകരുടെയും അവിടുത്തെ കാർഷിക പാരമ്പര്യത്തിന്റെയും ഒക്കെ പ്രതിനിധി തന്നെയാണ്. ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റം നമുക്ക് മുനമ്പം വിഷയം മുതൽ വളരെ വ്യക്തമാണല്ലോ. LDFും UDFും സമർത്ഥമായിട്ട് പറ്റിച്ച ഇവിടുത്തെ ഒരു വിഭാഗമാണല്ലോ ഇവിടുത്തെ ക്രൈസ്തവർ. ആ ക്രൈസ്തവർ ഇപ്പൊ യാഥാർത്ഥ്യം മനസ്സിലാക്കി. ഇന്നലെ വരെ UDFിന് വേണ്ടി അല്ലെങ്കിൽ LDFിന് വേണ്ടി ഈ രണ്ട് വശത്ത് നിന്നുകൊണ്ട് ഈ ഇവിടുത്തെ ക്രൈസ്തവ വോട്ട് ബാങ്കിനെ ഇവർ രണ്ടുപേരും ദുരുപയോഗം ചെയ്ത് അധികാരത്തിലെത്തിയതിനു ശേഷം ക്രൈസ്തവർക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്തു അവരിത് വിലയിരുത്തിയിട്ടുണ്ട്. അവരുടെ മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയ പാർട്ടികളും മാത്രമല്ല, അടിത്തട്ടിലുള്ള സാധാരണ വിശ്വാസികൾ വരെ ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക. അവരുടെയൊക്കെ ജിഹുകൾ, അത് ദീപികയാണെങ്കിലും മനോരമയാണെങ്കിലും ആര് തന്നെയാണെങ്കിലും ഈ വസ്തുതകളൊക്കെ ഇവരെ തുറന്നെഴുതുന്നുണ്ട്. അവരുടെ മുമ്പിൽ ആകെപ്പാടെ പാഴ്മുഖം മുറം കൊണ്ട് സൂര്യനെ മറയ്ക്കാമെന്ന് പറയുന്നത് പോലെ എപ്പോഴും എടുത്ത് വിളമ്പാൻ ഒരു കാര്യമേ ഉള്ളൂ. പള്ളി തകർക്കുന്നേ, ക്രിസ്ത്യാനിയെ കൊല്ലുന്നേ. അങ്ങനെയാണെങ്കിൽ പള്ളിയെ തകർക്കുകയും ക്രിസ്ത്യാനിയെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ലോകത്തെ എത്രയോ ഏരിയ ഉണ്ട്, എത്രയോ രാജ്യങ്ങളുണ്ട്. എന്താ മിണ്ടാത്തെ? അപ്പോൾ അവിടെയൊക്കെ പള്ളി തകർക്കുകയും ക്രിസ്ത്യാനികളെ കൊല്ലുകയും ചെയ്യുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇസ്ലാമിക തീവ്രവാദികളാണ്. ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റിയല്ല. തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ പറയേണ്ട കാര്യമാണ് ശർമ്മിഷ്ഠയെ കുറിച്ച്. എന്താ ശർമ്മിഷ്ഠയെ അറസ്റ്റ് ചെയ്തത്? അപ്പൊ ശർമ്മിഷ്ഠ മനോളിയെ അറസ്റ്റ് ചെയ്യാൻ 22 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാ. ആ വിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്യാൻ തൃണമൂൽ കോൺഗ്രസിന്റെ പോലീസ് അങ്ങ് ഹരിയാന വരെ പോയി 1500 കിലോമീറ്റർ പോയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ജയിലിലടച്ചു. അവിടെ 3 MP-മാർ, തൃണമൂൽ കോൺഗ്രസിന്റെ MP-മാർ ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചതിന് വ്യക്തമായ തെളിവുണ്ട്. FIR ഉണ്ട്, കേസുണ്ട്. എന്താ അറസ്റ്റ് ചെയ്യാത്തത്? തൃണമൂൽ കോൺഗ്രസ് മറുപടി പറയേണ്ട കാര്യമാണ്.
ആ തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഇവിടുത്തെ LDFും UDFും ഒക്കെ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് മറുപടി പറയേണ്ടി വരും. ഏതായാലും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വികസനം എന്ന് പറയുന്ന ഒരു ഒറ്റ അജണ്ടയാണ് BJP മുന്നോട്ട് വെക്കുന്നത്. യെസ്. അവിടെ ഈ കാലഘട്ടം അത്രയും ഭരിച്ച ഇവിടുത്തെ UDFും LDFും മറുപടി പറയേണ്ടി വരുന്നത് സാധാരണക്കാരന്റെ വികസനത്തെ കുറിച്ച് ഉള്ള ചോദ്യങ്ങൾക്കാണ്. അതിനുള്ള മറുപടി BJPയുടെ വിജയം മാത്രമാണ് എന്ന് ഇന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതിന്റെ പ്രതിഫലനം അവിടെ ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അവിടെ ശ്രീ മോഹൻ ജോർജിനെ മത്സരിപ്പിക്കുന്നത്. അതിന്റെ ഫലവും തീർച്ചയായിട്ടും കേരളത്തിന് യെസ്. വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കാൻ BJPക്ക് സാധിക്കും, NDAക്ക് സാധിക്കും.